പാർവാനസിൽ പഠിക്കുന്നോണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ പേടിയാണ്. കഴിക്കാനാണോ വന്നത്? പറയാം. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അജിന്റെയും നിരഞ്ജന്റെയും പാത്രത്തിൽ ചിക്കൻ കാണുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അജിലിന്റെ ഫാദുവിന്റെ മിട്ടുവിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വന്നേക്കും. നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കും, കാരണം ഇവിടെ ഭയങ്കര വ്യൂ ആണ്. നോക്ക്, അതുകൊണ്ടാണ് ഇവിടെ വ്യൂ പോയിന്റ് എന്ന് പേര്. ഞാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നൊരു കൊച്ചു. നമ്മുടെ കാല് കുത്തണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ നേരത്തെ കുത്തിയോണ്ട് ഇന്നും കുത്തി. അപ്പൊ ഇന്ന് നമുക്കറിയാലോ എല്ലാവരുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും ഇവരെല്ലാരും വന്ന്. അതുകൊണ്ട് എനിക്ക് സ്ഥലം എവിടെയാണെന്ന് മാത്രം അറിയില്ല. സ്ഥലം എവിടെയാണെന്ന് മാത്രം എനിക്ക് അറിയത്തില്ല. സ്ഥലം ജനകീയ ഹോട്ടൽ പട്ടം. ചിലപ്പോ ഇവിടെ ആയിരിക്കും, ഈ കാട്ടിന്റെ ഇടയിലായിരിക്കാം. ചിലപ്പോ പുറത്ത് പോകും, ചിലപ്പോ GCK ആയിരിക്കും. GCK എവിടെ? GCK അവിടെയാണ്. ആ പിള്ളേരില്ലായിരുന്നെങ്കിൽ അങ്ങോട്ട്. GCK അതല്ല, അതാണ് GCK. ഇത് എന്റെ ബർത്ത്ഡേക്ക് വന്ന ആൾക്കാരാണ്. ഇത് ചേട്ടൻ ഇപ്പൊ GCK വന്നതേ ഉള്ളൂ. ഇത് നിരഞ്ജനേട്ടായി. ഇത് മഞ്ജിമ. ഹൈ ഗൈസ്, ഇത് ഫാദർ. മിട്ടും കൂടെ ഉണ്ട് ഗൈസ്. ഇനി ആരെയും വിളിച്ചിട്ടുണ്ടോ? സെലിബ്രിറ്റി വല്ലതും? അപ്പൊ ഇന്ന് അങ്ങനെ പണ്ടൊന്നും കാണൂല, കാരണം ചെറിയൊരു വ്ളോഗായിരിക്കും. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം ഗൈസ്. അതുകൊണ്ട് ബാത്റൂമിൽ പോകണമല്ല, പള്ളിയിൽ അച്ഛൻ വീട് വിസിറ്റ് ചെയ്യാൻ വരുന്ന ദിവസമാണ്. കറക്റ്റ് എല്ലാം കൂടി ഇന്ന് ഒരുമിച്ചായപ്പോൾ പോയില്ലെങ്കിൽ വിചാരിക്കും ഞാൻ വീട്ടിലൊക്കെ നിൽക്കാതെ. എന്നാലും ഞാൻ പള്ളിയിൽ പോകില്ല. കുറേ നാളായിട്ട് ഞാൻ പള്ളിയിൽ പോയില്ല. അപ്പോഴേ അച്ഛൻ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു ചെറുതായിട്ട്. അപ്പോൾ വീട്ടിലും കൂടി ഇല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും വിചാരിക്കാം. ഞാൻ നേരത്തെ പോകും. ഇവർക്ക് ഇവിടെ വൈബായിട്ട് ഞാൻ പോകും. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. നീ കഴിക്കാനാണോടാ വന്നത്? ആണോടാ? ഗൈസ്, നമുക്കൊരു മെക്കാനിക്കിനെ പരിചയപ്പെടാം. ഹായ്, എവിടെയായിരുന്നു പണി? ഏത് വർക്ക്ഷോപ്പിലായിരുന്നു? പറയൂ. തല കാണിക്ക്, തിരി തല കാണിക്ക്. ഇതാണ് ഹൈലൈറ്റ് ഗൈസ്. ആരും കമ്മലിട്ടിട്ടുണ്ട്. ഇന്ന് പണയം വെച്ച സ്വർണ്ണം എടുത്ത്. ഓക്കെ, നമുക്ക് തന്നെ ഇത് വീട്ടിൽ പോയി ചോറ് തരത്തില്ല. ചമ്മിപ്പോയി ഗൈസ്. ഇവന്റെ ക്ലാസ് ഇവിടെ അല്ല, ഇവൻ സൗത്തിലുള്ള ആളാണ്. താൻ സൗത്ത് ആണോ നോർത്ത് ആണോ എനിക്ക് പറയണം. ഞാൻ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഒരു ഫൺ കിട്ടി നമുക്ക്. ബ്രോറല്ല, പക്ഷേ അയ്യോ ബ്രോർ. എസ്ര കേഷ് ബ്രോ. പാമ്പ് കൊത്തി മരിക്കും. നൈസ് സ്ഥലം ഗൈസ്. പാർവാനസിൽ പഠിക്കുന്നോണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ പേടിയാണ്. നമ്മളെ പണ്ടത്തെ നിരഞ്ജനേട്ടാ ഇതിനെ കാണിച്ചു തരാൻ വരും. ഇത് പുതിയ നിരഞ്ജൻ, ഇത് പഴയ നിരഞ്ജൻ. നിരഞ്ജനെ കുറ്റം പറയരുത്. ഈ കണ്ണാപ്പി എന്തിനാണ് അവരെ ഇഷ്ടപ്പെട്ടത് നമുക്ക് അറിയേണ്ടത്. പൂവണ്ടില്ലേ? അത് തന്നെ കാളി. പറ, എന്ത് തോന്നി നിരഞ്ജന്റെ? അവർക്ക് അറിഞ്ഞൂടാ ബ്രോ. പാട്ടിലെ ഇതുണ്ടല്ലോ, ഒരു പാട്ടുണ്ടല്ലോ, എന്തായാലും കണ്ണാപ്പി പാട്ടാണത്. അതിലെ ക്യാരക്ടറായിരുന്നു വെഞ്ചിബ. അപ്പൊ നിരഞ്ജനിങ്ങനെ മുടിയൊക്കെ ഇട്ട് കുറേയൊക്കെ ഇട്ടോണ്ട് വന്നു. എനിക്ക് പണ്ട് പോലെ മുടിയുള്ള പയ്യന്മാരെ ഇഷ്ടമായിരുന്നു. എനിക്ക് അച്ഛനുണ്ടായിരുന്നല്ലോ, എനിക്കത് മുടിയില്ലായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്തിട്ട് വരാം. മഞ്ജിമയുടെ കഥ കേട്ടോ. മഞ്ജിമ കഥ പറ. ബാക്കി പയ്യന്മാരെ ഇഷ്ടമായിരുന്നു. അപ്പൊ എന്റെ ക്ലാസ് അപ്പൊ മുടി കണ്ടാണ് എനിക്ക് ഇഷ്ടമായത്. പിന്നെ ഒരു മെസ് ബോയ് ആയിരുന്നു. നോക്കട്ടെ, ഇത് ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷെ ഗ്രീഷ്മ അതിനെ എസ്തെറ്റിക് ആക്കിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. ഗ്രീഷ്മ കൊള്ളാൻ കാണാൻ. ബ്യൂട്ടിഫുൾ ആണോ? ബ്യൂട്ടിഫുൾ ആണോ? ഡ്രസ്സിനെ കുറ്റി പറ. കുറ്റി പറയാതെ പക്ഷെ പറ. കുറ്റി പറയാം.
അതായത് ഒരാൾക്ക് നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ ഞാനും അജിലും പോയപ്പോ ഇതുപോലത്തെ ഡ്രസ്സ് ഞങ്ങൾ കണ്ട ആ ഒരാൾ ആരെന്ന് പറയും സീക്രട്ട് ആണ്. സീക്രട്ട് ഏജന്റ്. ഞാൻ ഈ ഡ്രസ്സ് കാണാം, ഈ ഡ്രസ്സ് പോലത്തെ ഡ്രസ്സായിരുന്നു അത്. പക്ഷെ കണ്ണൂരാണോ? കണ്ണൂർ അതെ അതെ മെറ്റീരിയൽ വേറെ ആയിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് ഈ ഡ്രസ്സ് ചെയ്തത്. പറ്റിപ്പെട്ടു. ഞാൻ ഈ ഡ്രസ്സ് എത്ര രൂപയ്ക്ക് തച്ചെന്ന് അറിയാം. പെട്രോളും ബാക്കി ഫണ്ട് നീ പിന്നെ RCB എന്തൊക്കെ കയറ്റിയത്? അതിന് മണ്ടൻ പോയിട്ട് 1000 രൂപയ്ക്ക് വെച്ചിട്ട് എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്നെ നടു റോഡിൽ കൊണ്ടുനടത്തിയൊക്കെയാണ്. ഇവരിതുവരെ സ്പോട്ട് ഏതാന്ന് പോലും പറയുന്നില്ല. എനിക്ക് തോന്നി ആംബ്രോസി ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ അടുത്തൊരു തട്ടുകട ഉണ്ട്, അവിടെ ആയിരിക്കും ഏതെങ്കിലും ഒന്നായി. ഇതാണ് സ്പോട്ട്. നമ്മൾ GCK ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ എല്ലാവരും സ്റ്റോറി ഇടുന്നൊക്കെ കണ്ടിട്ട് നമ്മൾ വന്നിട്ടില്ല അല്ലേ? എവിടെ ഡാൻസ് കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാം പൂർത്തിയാവും. ഡാൻസ് കളിക്കാനുള്ള സ്ഥലമാണോ? നീ ഇവിടെ വന്നിട്ടുണ്ടോ ഡാൻസ് കളിക്കാൻ? രാത്രി ഡ്രസ്സ് കിട്ടി വന്നിട്ടുണ്ട്. ഈ ചെടി സെലിബ്രേറ്റ് ചെയ്യാൻ സ്വർഗത്തേക്കാണ് വന്നത്. കാരണം ഗ്രീഷ്മ ഒരു മാലാഖയാണെന്ന് പറയാം. ഞാൻ ബ്ലാക്ക് ഡ്രസ് ഇട്ട മാലാഖ. ഡെവിൾ. ആര്? വൈറ്റ് ബോയ്സ് ആണ്. ഹെഡ്ഷോട്ട്. ആ മതി. ആരുമില്ല എന്തൊരു കോമഡി പറഞ്ഞു. എന്നോടാ പറഞ്ഞു പറ അതെന്താണെങ്കിലും നമ്മൾ ഓർത്തൊന്നും കൂടെ പറഞ്ഞുതരാമേ. മഞ്ഞ ലൈറ്റിൽ എല്ലാരും ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം മഞ്ജുവിടെ മഞ്ഞപ്പല്ലെടുത്ത് കാണിക്കും. ഗ്രീഷ്മ തേയും അവര് പാട്ടിടാൻ പോവുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. അവരിപ്പോ പാട്ടിടും. ഞാൻ പാടാം. അത് കുഴപ്പമില്ല. मेरा जीवन ഏതോ കാലക്കേടില്ലാണോ ലോല വായോ പോകാം ലോകം കാണാം കെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കൊണ്ടാടുമോ ഓർഗനൈസ് ചെയ്യുന്നതേ കൊള്ളാവുള്ളൂ. മാം പേര് പുതിയ അപ്കമിംഗ് ഇപ്പോഴൊന്നും ഇല്ല. 2 വർഷം 10 തോറ്റത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. റിസൾട്ട് എന്തായിരുന്നു? മഞ്ഞ ഇടഞ്ച പുതിയ സോക്സ് അഞ്ചാണ് ഇവിടെ കേറാതെ പറഞ്ഞത്. ചമ്മണം ഞങ്ങള് ചമ്മണം കുണുങ്ങിയിരിക്കും. ഇവന് മന്തി വാങ്ങിച്ചാലും ഇവൻ എന്റെ അതിനും കൂടെ കഴിട്ട് വരും. ഞാൻ മന്തി മേടിച്ചില്ല കാരണം ഇവർക്ക് അൺലിമിറ്റഡ് ആണ്. അപ്പൊ അതിനകത്ത് കഴിച്ചു. അടിപൊളി ഫുഡ്, രക്ഷയുടെ ടേസ്റ്റ് ആണ്. നമ്മൾ ആദ്യമേ GCK പഠിക്കുന്ന സമയത്ത് ഇവിടെ വരണം. നമുക്ക് അറിയായിരുന്നു സ്വർഗ്ഗലോകം ഉണ്ടെന്ന്, പക്ഷെ നമ്മൾ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ്. ചപ്പിന് 4 എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അജിന്റെയും നിരഞ്ജന്റെയും പാത്രത്തിൽ ചിക്കൻ കാണുന്നത്. ഞാൻ സത്യം റമൻസ് അല്ലേ? അതെ. അതാണോ നീ കിറങ്ങുന്ന കണ്ണിങ്ങനെ അടിച്ചിട്ട്? ഞാനാണ് ഇന്ന് ഫുൾ കഴിച്ചത് ഇവിടെ. ഇഷ്ടപ്പെട്ടോ? അതാവുമ്പോ കുഴപ്പമില്ല. ഇവിടുത്തെ മന്തി അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ്. അത് കഴിച്ചിട്ട് കിറങ്ങി. പേര് കറക്റ്റ് പേര് സ്വർഗ്ഗലോകം. വാങ്ങിച്ചതാണെന്നെങ്കിൽ കുഞ്ഞ് പിണങ്ങി എന്റെ അടുത്ത്. ഞാൻ ലേറ്റ് ആയിട്ട് വന്നോണ്ട് കുറച്ച് മര്യാദ കാണിക്കായിരുന്നു. എത്ര നേരം 9 മണി വരെ ഇവിടെ ആരും. തെറ്റാണ്, എനിക്ക് മനസ്സിലായി, തെറ്റാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ചു തന്നു. 2 പേരും വാങ്ങിച്ചത് അടിപൊളി വാച്ചായിരുന്നു. പപ്പയെ ഞാൻ ഒരാഴ്ചയായിട്ട് മിണ്ടൂല. അപ്പൊ ഞാനും മിണ്ടു. ഞാനിവിടെ ഉള്ളപ്പോ മിണ്ടൂല. പൊന്നിന്റെ അഗ്ലീഷന്റെ വക, ഇത് സിൻചേന്റെ വക, ഇനി ചേച്ചിയുടെ വക ഉള്ള ഗിഫ്റ്റ്. നല്ല ഗിഫ്റ്റ്. അമ്മുവാണ്. ഇതാണ്
ജ്യൂസ് കേക്ക്. അപ്പോൾ നമ്മൾ ഹൈപ്പിനുള്ള ഒന്നും ഇല്ല, എങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പൊ ഗായ്സ് ഇത്രയും ഗിഫ്റ്റ് എനിക്ക് ഇന്ന് കിട്ടി. അടിപൊളി ഡേ ആയിരുന്നു. ഇന്ന് ഭയങ്കര സെലിബ്രേഷൻ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷെ എല്ലാം അടിപൊളിയായിട്ട് നടന്നു. വീട്ടിൽ അച്ഛൻ വന്നു, അച്ഛൻ പോയതേ ഉള്ളൂ. അപ്പം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ പിണങ്ങിയെന്ന്. അപ്പോൾ അവിടെ നിന്ന് ഓടിയാണ് ഞങ്ങൾ വന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോരുത്തരും ഓരോ വണ്ടിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഓടിച്ച് വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി, അതുകൊണ്ട് എനിക്ക് അപ്പോഴത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കിന്ന് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.